പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ നാരായണീയത്തിലെ വിരാട് സ്വരൂപ വർണ്ണനമെന്ന 6-ാം അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകം. നമുക്കാദ്യം ഈ ശ്ലോകം ചർച്ച ചെയ്യാം. നിശേഷ വിശ്വരചനാച കടാക്ഷമോക്ഷ കർണൗ ദിശോശ്യുയുഗളം തവ നാസികേ ദ്വേ ലോഭത്രേ ച ഭഗവന്നധരോത്തരോഷ്ടൗ താരാഗണശ്ച ദശനാഹ ശമനശ്ച ദംഷ്ട്രാ. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. നിശേഷ വിശ്വരചന ച കടാക്ഷമോക്ഷ കർണൗ ദിശഃ അശ്വയുഗളം തവ നാസികേ ദ്വേ ലോഭത്രപേ ച ഭഗവൻ അധരോത്തരോഷ്ടൗ താരാഗണാഃ ച ദശനാഹ ശമനഃ ച ദംഷ്ട്രാ. അടുത്തതായി ഈ ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ഹേ ഭഗവൻ, ഭവതഃ കടാക്ഷമോക്ഷഃ നിശേഷ വിശ്വരചന ച കർണൗ ദിശഃ ദ്വേ നാസികേ അശ്വയുഗളം അധരോത്തരോഷ്ടൗ ച ലോഭത്രപേ ച ദശനാഹ താരാഗണാഃ ച ദംഷ്ട്രാ ശമനഃ ച. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ സാരാംശം ചർച്ച ചെയ്യാം. അല്ലയോ ഭഗവൻ, അങ്ങയുടെ കടാക്ഷ വീക്ഷണത്തെ അഖില വിശ്വനിർമ്മിതിയെന്ന് പറയപ്പെടുന്നു. ദിക്കുകൾ അങ്ങയുടെ കർണങ്ങളും അശ്വിനി ദേവതകൾ നാസാദ്വാരങ്ങളുമാകുന്നു. അല്ലയോ ഭഗവൻ, ലോഭവും ലജ്ജയും അങ്ങയുടെ അധരോഷ്ടങ്ങളാണ്, 2 അധരങ്ങളാണ്. നക്ഷത്രങ്ങൾ അങ്ങയുടെ ദന്തങ്ങളാകുന്നു. യമൻ അങ്ങയുടെ ദംഷ്ട്രയാകുന്നു, അണപ്പല്ലുകളും ആകുന്നു. നമസ്തേ.